ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ ഒന്നാമത്തേത് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അത് നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആൻഡ് ദ ഇക്വേഷൻ വാസ് E ഈക്വൽസ് 1/2πε0 ഇൻറ്റു λ/r. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ കണ്ടായിരുന്നു. അത് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റാണ്. ആ ഷീറ്റിൻ്റെ കേസിൽ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തു. ദാറ്റ് ഇക്വേഷൻ വാസ് E ഈക്വൽസ് σ/2ε0. ഓർക്കുന്നല്ലോ, ഇതെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഇത്രയും. ഇന്ന് നമ്മൾ ഗോസസ് ലോയുടെ ഒരു പുതിയ ആപ്ലിക്കേഷനാണ് കാണുന്നത്. ദാറ്റ് ഈസ് ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ, എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെൽ. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഒരു സ്പെറിക്കൽ ഷെല്ലാണ്. ആ റെഡ് കളറിൽ കാണുന്നത് ഒരു സ്പെറിക്കൽ ഷെല്ലാണ്. ലെറ്റ് O ഈസ് ദി സെൻറ്റർ ഓഫ് ദ ഷെൽ ആൻഡ് R ഈസ് ദ റേഡിയസ്. നൗ ലെറ്റ്സ് ഗിവ് എ ചാർജ് Q ടു ദ സ്ഫിയർ. That charge Q will spread uniformly over the surface of the sphere. അല്ലേ? നമുക്കറിയാവുന്നതാണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടതാണത്. ചാർജ് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഈ ചാർജ് എത്ര ഏരിയയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത് നോക്കി. ചാർജ് വിൽ സ്പ്രെഡ് ഓൺ ആൻ ഏരിയ ഓഫ് 4πr². എന്താ ഈ 4πr²? യെസ്, സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. സോ ഹിയർ വി ക്യാൻ ഡിഫൈൻ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ആസ് സിഗ്മ ഈക്വൽസ് Q ഡിവൈഡഡ് ബൈ 4πr². Now you consider a point P. Let the point P is at a distance of small r from the center of the sphere. I have to find out the electric intensity at the point P. We know the electric intensity at the point P will be radially outward if sigma is positive or if Q is positive. In Q അല്ലെങ്കിൽ sigma negative ആണെങ്കിലോ this intensity will be radially inward. ഈ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ പോയിന്റ് P ഈസ് ലൈയിങ് ഔട്ട്സൈഡ് ദ സ്ഫിയർ. സോ യൂസിങ് ഗോസസ് ലോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് എ ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഈ P എന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ലെറ്റ്സ് കൺസിഡർ എ സ്പെറിക്കൽ ഗോഷിയൻ സർഫസ്. ഫിഗറിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഒരു സ്പെറിക്കൽ ഗോഷിയൻ സർഫസ്. ആ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നുണ്ട്. ദ സ്പെറിക്കൽ ഗോഷിയൻ സർഫസ് ഹാസ് എ റേഡിയസ് ഓഫ് സ്മോൾ r ആൻഡ് ഇറ്റ്സ് സെന്റർ coincides with the center of the shell. So we are going to calculate the flux passing through this Gaussian surface. For that, you consider a very small area delta S around the point P. The equation for the flux passing through a small area delta S is given by delta phi equals E dot delta S, or delta phi equals E delta S cos theta, where theta is the angle between vector E and vector delta S. ഇനി കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ. തീറ്റ മീൻസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ഇ ആൻഡ് വെക്ടർ ഡെൽറ്റ എസ്. രണ്ടാമത്തേത്, ഈ ഗോഷ്യൻ സർഫസിൻ്റെ എത്ര ഏരിയയിലൂടെയാണ് ഫ്ലെക്സ് പാസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഗോഷ്യൻ സർഫസിനെ നമുക്കൊന്ന് 3 ഡയമെൻഷനലി ഒബ്സർവ് ചെയ്യാം. ഈ സ്ഫിയർ ആണ് നമ്മളുടെ ഗോഷ്യൻ സർഫസ്. നമ്മൾ ഫിഗറിലും അത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ്. ഇതിൽ നമ്മൾ പറഞ്ഞു വി ആർ കൺസിഡറിങ് എ പോയിന്റ് P. ദിസ് ഇസ് ദ പോയിന്റ് P. And this black colored surface is delta S. The area around P is this black colored surface that is taken as delta S. In a spherical shell എവിടെയാ വരുന്നത്? The spherical shell is coming inside this Gaussian surface. ആ സ്പെറിക്കൽ ഷെൽ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. സോ ഈ ഗോഷ്യൻ സർഫസിൻ്റെ അകത്ത് ഇങ്ങനെയായിരിക്കും കാണുക. ഈ റെഡ് കളറിൽ ഇത് കാണുന്നതാണ് ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഈ ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്നും P എന്ന പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു റേഡിയൽ വെക്ടർ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റേഡിയൽ വെക്ടർ കാണാം. ഇതാണ് റേഡിയൽ വെക്ടർ. ആ റേഡിയൽ വെക്ടർ സ്ഫിയറിന് പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി വെക്ടർ ഇയുടെയും വെക്ടർ ഡെൽറ്റ എസിനും ഇടയിൽ വരുന്ന ആംഗിൾ എത്രയാണ് എന്ന് ചെക്ക് ചെയ്യാം.
We know delta S is a vector and the direction of delta S is normal to its plane. Black colored surface in normal ആണ് delta S ന്റെ direction. അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് delta S എന്ന് പറയുന്ന വെക്ടറിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. Now, intensity of electric field at the point P. Intensity of electric field is radially outward. നമ്മൾ നേരത്തെ കണ്ടു ഇതാണ് ഇതിന്റെ റേഡിയൽ വെക്ടർ. So, intensity of electric field also will be along this line. So, intensity of electric field എന്ന വെക്ടറിനെയും കൂടി നമുക്ക് ഇതേ ലൈനിൽ കൂടി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. Now you can see intensity of electric field and delta S are in the same direction. That means the angle between vector E and vector delta S is 0 at this point. Okay. ഇനി നമുക്ക് ഈ സ്ഫിയറിന്റെ വേറൊരു പോയിന്റിൽ ഇത് ഇമാജിൻ ചെയ്യാം. ദേ ഇവിടെ ഒരു പോയിന്റിൽ ഇമാജിൻ ചെയ്താൽ ഡെൽറ്റ എസ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ, ഇ ഓൾസോ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് പോയിന്റ് വിൽ ബി സിമിലർ ടു ദിസ്. ഈ സ്ഫിയറിന്റെ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും ഈ ഒരു ആസ്പെക്റ്റിൽ ആ എല്ലാ പോയിന്റ്സും സിമിലർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്പെറിക്കൽ സിമെട്രി എന്ന് പറയുന്നത്. സ്പെറിക്കൽ സിമെട്രിയുടെ അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗോഷ്യൻ സർഫസിനെ നമ്മൾ സ്പെറിക്കൽ ഫോമിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഏരിയയിലൂടെ എത്ര ഏരിയയിലൂടെ ഫ്ലെക്സ് പാസ് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പറയാൻ പറ്റും ഫ്ലെക്സ് വിൽ പാസ് ത്രൂ ദ എൻറ്റയർ സർഫസ് ഓഫ് ദി സ്ഫിയർ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് കിട്ടിയത് ഓർത്തു വയ്ക്കുക. ഒന്ന്, ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ഇ ആൻഡ് വെക്ടർ ഡെൽറ്റ എസ് ഈസ് 0 ആൻഡ് ഫ്ലെക്സ് പാസസ് ത്രൂ ദി എൻറ്റയർ സർഫസ് ഓഫ് ദി സ്ഫിയർ. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു വന്നാൽ we have the equation delta phi is equal to E delta S cos theta. This is the flux passing through delta S. We know it is a flux passing through a small area delta S. So the flux passing through the whole surface of the sphere will be, we can modify the equation, phi equals E into sigma delta S into cos 0. You know why this cos 0 is coming. So phi equals E into sigma delta S. Cos 0 is 1. So phi is equal to E into sigma delta S. Now let's substitute the value of sigma delta S. നമ്മൾ കണ്ടതാണ് ഫ്ലെക്സ് പാസസ് ത്രൂ ദ കംപ്ലീറ്റ് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ. സോ phi ഈക്വൽസ് E into 4 pi r square. റിമെമ്പർ സ്മോൾ r ആണ് അവിടെ റേഡിയസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഗോഷ്യൻ സർഫസിന്റെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ റേഡിയസ് സ്മോൾ r ആണ്. സോ യു ഹാവ് ടു ഗോ ഫോർ 4 pi into small r square. ഈ കിട്ടിയ വാല്യൂ ഗോസസ് തിയറത്തിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get the equation E into 4 pi r square equals 1 by epsilon 0 into q. ഇനി നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. വാട്ട് ഈസ് q? നമുക്കറിയാം q ഈസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ ഫിഗറിലേക്ക് നോക്കി, എത്ര ചാർജാണ് ഗ്രീൻ കളർ സർഫസിനകത്ത് വരുന്നത് നോക്കി. ദ കംപ്ലീറ്റ് ഷെൽ ഈസ് കമ്മിങ് ഇൻസൈഡ് ദ സ്ഫിയർ. സോ ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് q. സോ ദ ഇക്വേഷൻ ബിക്കംസ് E into 4 pi r square equals 1 by epsilon 0 into q. ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും. E equals 1 by 4 pi epsilon 0 into q by r square. നമ്മൾ കണ്ടതാണ് this electric intensity is acting through the radial vector. So in vector form we can write vector E equals 1 by 4 pi epsilon 0 into q divided by r square into r cap. This is the final equation. ഈ കിട്ടിയ ഇക്വേഷൻ എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്ക്. E equals 1 by 4 pi epsilon 0 into q by r square. നമുക്ക് പരിചയമുള്ള ഇക്വേഷനാണ് ഇത്. അതെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. പക്ഷെ നമ്മൾ എടുത്തത് പോയിന്റ് ചാർജ് അല്ലല്ലോ, ഒരു ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ അല്ലേ. അപ്പോൾ ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലും പോയിന്റ് ചാർജും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് രണ്ടിൻ്റെയും ഇക്വേഷൻ ഒന്നുപോലെ വന്നത്. ആ റിലേഷൻഷിപ്പ് എന്താണെന്നറിയാൻ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത അതേ സിറ്റുവേഷനാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി E ഈക്വൽ ടു 1 by 4 pi epsilon 0 into q ഡിവൈഡഡ് ബൈ r square. ഇനി ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു, ഈ ഷെൽ പ്രസന്റ് അല്ല എന്ന് വിചാരിക്കൂ. അവിടെ ഷെൽ ഇല്ല എന്ന് കരുതും. ഷെല്ലില്ല എന്ന് കരുതി അവിടെ ചാർജ് ഇല്ല എന്നല്ല. ഷെല്ലിൽ എത്ര ചാർജ് ഉണ്ടായിരുന്നോ നമുക്കറിയാം. ഷെല്ലിൽ ഉണ്ടായിരുന്ന ചാർജ് q ആണ്, സ്മോൾ q ആണ്. ഈ മുഴുവൻ ചാർജും ഷെല്ലിൻ്റെ സെൻറ്റർ വരുന്ന പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യൂ. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ഇമാജിനേഷൻ മാത്രമാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താ? ദ ചാർജ് q ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ആൻഡ് യു സീ ദർ ഇസ് എ പോയിന്റ് p. ദാറ്റ് പോയിന്റ് p ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ഇറ്റ്. ദ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് റേഡിയലി ഔട്ട്വേർഡ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് E ഈക്വൽ ടു 1 by 4 pi epsilon 0 into q by r square. നോക്ക്,
ആ രണ്ട് ഇക്വേഷൻസും സെയിം ആണല്ലോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് ഇക്വേഷൻസും സെയിം ആണ്. രണ്ട് ഇക്വേഷൻസും സെയിം ആണെങ്കിൽ ആ രണ്ട് സിറ്റുവേഷൻസും സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് ആസ് ഫാർ ആസ് ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഈസ് കൺസേൺ, ദ സ്ഫിയർ ബിഹേവ്സ് ലൈക്ക് ദ ഹോൾ ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. ആ വെളിയിലുള്ള പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം പി എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റിന് ഷെല്ലിൻ്റെ സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും ആ ഷെല്ലിൻ്റെ സെൻറ്ററിൽ ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും ഒരുപോലെയാണ്, ഒരേ എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന്. ഫോർമലി വി ക്യാൻ സേ ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദ ഷെൽ ദ ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷെൽ ഈസ് ആസ് ഇഫ് the entire charge of the shell is concentrated at its center. ഇത് പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഷെല്ലിൻ്റെ മുഴുവൻ ചാർജും അതിൻ്റെ സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന്. ചാർജ് സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയല്ല, ചാർജ് സ്ഫിയറിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക തന്നെയാണ്. പക്ഷേ ഈ വെളിയിലുള്ള പോയിന്റിന് ചാർജ് സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും ഒരുപോലെയാണ് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റിനെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച മാസ് ഡിസ്ട്രിബ്യൂഷനും സെൻറ്റർ ഓഫ് മാസ് എന്ന കോൺസെപ്റ്റുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ ഡെറിവേഷൻ കണ്ടിന്യൂ ചെയ്യാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഈസ് E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R². നമുക്ക് ആ ക്യൂവിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ, നമുക്കറിയാം ക്യൂ എന്നത് ഷെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എനിക്ക് ചാർജിനെ ഇങ്ങനെ മാറ്റി എഴുതാം. Q ഈക്വൽസ് 4πr² ഇൻറ്റു സിഗ്മ. ശ്രദ്ധിക്കുക, അവിടെ ഞാൻ എടുത്തിരിക്കുന്ന R ഏതാണെന്ന് നോക്ക്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ R വിച്ച് ഇസ് ദ റേഡിയസ് ഓഫ് ദ ഷെൽ. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് അല്ല, കാരണം ഗോഷ്യൻ സർഫസിലല്ല ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്യൂവിൻ്റെ വാല്യൂ കൂടെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. E ഈക്വൽസ് 1/4πε0 ഇൻറ്റു ക്യൂവിന് പകരം ആ വാല്യൂ കൊടുക്കുക 4π ക്യാപിറ്റൽ R² ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ സ്മോൾ r². അത് സിംപ്ലിഫൈ ചെയ്യുക. ഒന്ന് രണ്ട് ടേംസ് അവിടെ കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് കിട്ടുന്നു നോക്ക്. ഓൺ സിംപ്ലിഫിക്കേഷൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് E ഈക്വൽസ് σ/ε0 ഇൻറ്റു R² ഡിവൈഡഡ് ബൈ R². ഈ ഇക്വേഷൻ കൂടി ഓർത്ത് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഇമാജിൻ ചെയ്യാം. ഈ പി എന്ന പോയിന്റ് ഇപ്പോൾ നമുക്ക് ഫിഗറിൽ കാണാമല്ലോ, ദാറ്റ് ഈസ് ലൈങ് ഔട്ട്സൈഡ് ദ ഷെൽ. ഇനി അങ്ങനെയല്ല, ലെറ്റ് ദ പോയിന്റ് പി ഈസ് ലൈങ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. അങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസം വരും നോക്കി. സർഫസ് ഓഫ് ദ ഷെൽ ആണെങ്കിൽ സ്മോൾ ആർ വിൽ ബിക്കം ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഈ ചേഞ്ച് നമുക്ക് ആ ഇക്വേഷനിലേക്ക് വരുത്താം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കൂ. E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R². ഡിനോമിനേറ്ററിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സ്മോൾ ആർ ആണ്. പോയിന്റ് സർഫസിലേക്ക് വരുമ്പോൾ ആ സ്മോൾ ആർ മാറ്റിയിട്ട് പകരം അവിടെ ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R². ഇനി ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് നോക്കൂ. ഇതിൽ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്യും. യു വിൽ ഗെറ്റ് എ സിമ്പിൾ ഇക്വേഷൻ. ഇൻറ്റൻസിറ്റി E ഈക്വൽസ് സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ the intensity at the surface, and you can see this intensity is greater than the intensity outside. നമുക്കിനി ഒരു പോയിന്റ് കൂടെ കൺസിഡർ ചെയ്യാം. Let that point P is lying inside the shell. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം the point P is lying inside the shell. So we can construct a Gaussian surface. Gaussian surface ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, Gaussian surface വരുന്നത് ഷെല്ലിൻ്റെ ഉള്ളിലാണ്. Then പഴയ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് പറയാം E ഇൻറ്റു 4πr² ഈക്വൽസ് 1/ε0 ഇൻറ്റു Q. ബട്ട് വാട്ട് ഈസ് Q നൗ? Q ഈസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ് ആൻഡ് ചാർജ് ഇൻസൈഡ് ദ സർഫസ് ഈസ് നൗ 0. സോ E ഈസ് ഈക്വൽ ടു 0. സോ ദ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് എ ചാർജ് ഷെൽ ഈസ് 0. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ ചാർജ് ഷെൽ ഈസ് 0 ആൻഡ് അറ്റ് ദ സർഫസ് ഇറ്റ് ഈസ് മാക്സിമം. And when you go outside, the electric intensity will decrease. ഈ വേരിയേഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഗ്രാഫിക്കലി കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. In between R is equal to 0 and R is equal to capital R, the intensity is 0. When R equal to capital R, intensity becomes maximum. And beyond that, the intensity decreases. നമ്മൾ ഈ പഠിച്ച സ്പെറിക്കൽ കണ്ടക്ടറിനെ ബേസ് ചെയ്ത് ഇനി ഒരു ന്യൂമറിക്കൽ ചെയ്യാം.
ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കണ്ടക്ടിംഗ് സ്പിയർ ഓഫ് റേഡിയസ് 10 centimeter has an unknown charge. If the electric field 20 centimeter from the center of the sphere is 1.5 into 10 raised to 3 Newton per coulomb and points radially inward, what is the net charge on the sphere? Question നോക്ക്. Radius of the sphere is given, capital R equal to 10 centimeter and it is 0.1 meter. Distance to the point is given as 20 centimeter. So R equals 20 centimeter, which is 0.2 meter. If you compare these two distances, you can see that the point under consideration is outside the sphere. And intensity at this point is given as E equals 1.5 into 10 raised to 3 Newton per coulomb. We have the equation for intensity. E equals 1 by 4 pi epsilon 0 into Q by R square. 1 by 4 pi epsilon 0 യുടെ SI യൂണിറ്റിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So E equals 9 into 10 raised to 9 Q divided by R square. ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടുന്നത് 6.67 ഇൻറ്റു 10 raised to -9 കൂളും എന്നായിരിക്കും. ഇനി എന്താ ഈ ചാർജിൻ്റെ സൈൻ? അതിന് ക്വസ്റ്റ്യനിൽ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ദ ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ്സ് ഇൻവേർഡ്. ഇൻവേർഡ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ചാർജാണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? അതെ, അത് നെഗറ്റീവാണ്. സോ ദ ഫൈനൽ ആൻസർ ബിക്കംസ് -6.67 നാനോ കൂളൂംബ്. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ആദ്യം കേൾക്കുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഇക്വേഷൻ E is equal to 1 by 4 pi epsilon 0 into Q by R square എന്നാണ്. There you can see intensity is inversely proportional to square of the distance. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ആൻസർ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്നായിരിക്കും. പക്ഷേ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്? നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. E equal to sigma by 2 epsilon 0. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണോ നോക്കി? അല്ല എന്ന് മാത്രമല്ല, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ. അല്ലേ? ഇവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലായല്ലേ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല, ദാറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നുകൂടി, ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ് എന്താ? 1 by 2 pi epsilon 0 into lambda by r. See, it is inversely proportional to distance. അടുത്തത്, what is the equation for intensity of electric field due to a point charge? E equal to 1 by 4 pi epsilon 0 into Q by R square. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. ഒന്നുകൂടി പോകാം നമുക്ക്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ഡൈപോൾ? യു നോ ദ ഇക്വേഷൻ. E equal to 1 by 4 pi epsilon 0 into 2p by r cube or E equal to 1 by 4 pi epsilon 0 into p by r cube. You can see in both the cases it is inversely proportional to cube of the distance. Okay. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സംടൈംസ് ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. സംടൈംസ് മീൻസ് ഇൻ ദ കേസ് ഓഫ് എ ഷീറ്റ്. ഇൻ ദ കേസ് ഓഫ് എ ലൈൻ ചാർജ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ പോയിന്റ് ചാർജ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ആൻഡ് ഫോർ എ പോയിന്റ് ഡൈപോൾ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ കണ്ട ഡിസ്റ്റൻസും ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാം. അതിൻ്റെ എക്സ് ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡുമാണ്. നമ്മൾ പഠിച്ച ഒരു ആപ്ലിക്കേഷനിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അത് ഏത് ഓബ്ജക്റ്റിൻ്റേതാണ്? ഷീറ്റാണോ, ലൈൻ ചാർജ് ആണോ, പോയിന്റ് ചാർജ് ആണോ, ഡൈപോൾ ആണോ? അവിടെ നോക്കി, ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. വാട്ട് എവർ ബി ദ ഡിസ്റ്റൻസ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റിമെയിൻസ് ദ സെയിം അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ വന്ന കേസ് ഏതാ? ഷീറ്റാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഷീറ്റിൻ്റെ കേസിലാണ്.
ഇനി ഈ ഷീറ്റ് അല്ലാതെ വേറെ 3 ആപ്ലിക്കേഷൻസ് കൂടി നമ്മൾ കണ്ടു. അതിലൊന്ന് ലൈൻ ചാർജ് ആയിരുന്നു. അവിടെ ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. പിന്നെ കണ്ടത് പോയിന്റ് ചാർജാണ്, അല്ലെങ്കിൽ സ്പെറിക്കൽ ഷെല്ലാണ്. ഇൻ ദാറ്റ് കേസ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ പോയിന്റ് ഡൈപോൾ ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ 3 വേരിയേഷനും കൂടി ഈ ഗ്രാഫിൽ തന്നെ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചാലോ? അപ്പോൾ വരയ്ക്കുമ്പോൾ ഇതേ ഗ്രാഫിൽ തന്നെ വരയ്ക്കണം, എങ്കിലേ നമുക്ക് ആ വേരിയേഷൻ കമ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ തന്നെ അതൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ അതൊരു നീറ്റ് ഗ്രാഫാക്കി ആ ഗ്രാഫ് നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് ടീച്ചറിന് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ കണ്ടുള്ളൂ. നമുക്കതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടത് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ്. ഫോർ ആൻ exterior point, the intensity of electric field is E equals 1/4 pi epsilon 0 into Q by R square. And for the surface, the intensity will become E equals 1/4 pi epsilon 0 into Q by, remember, capital R square, and this intensity is maximum. Intensity of electric field inside the spherical shell is 0. And for points outside the shell, the field due to the shell is as if the entire charge is concentrated at the center. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതി, എ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്ഫിയർ ഓഫ് 2.4 meter diameter has a surface charge density of 80 microcoulomb per meter square. Find the charge on the sphere. What is the total electric flux leaving the surface of the sphere? Calculate the intensity of electric field due to the sphere at the following points. 1. The surface of the sphere. 2. At an external point 0.8 meter from the surface of the sphere. 3. At a point 0.4 meter away from the center of the sphere. ഈ അസൈൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1-2 ഹിൻസ് പറയാം. നമ്മൾ ഈ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ക്ലാസ് വർക്ക് ബുക്കിൽ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്താൽ മാത്രം മതി. ഇത് വേറെ പേപ്പറൊന്നും വാങ്ങി പ്രത്യേകിച്ച് അസൈൻമെൻ്റ് ഒന്നും ആക്കണ്ട. നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. സ്കൂളിലെ സാർ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കി, യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്ഫിയർ 2.4 meter in diameter has a charge density of 80 microcoulomb per meter square. നോക്ക്, അവിടെ ചാർജ് തന്നിരിക്കുന്നത് മൈക്രോകൂളമ്പിലാണ്. കൂളമ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി ഓർക്കുക, പോസിറ്റീവ് ചാർജാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്ക്, ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ. സിഗ്മയുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ദാറ്റ് ചാർജ് വിൽ സ്പ്രെഡ് യൂണിഫോം. സോ സിഗ്മ ഈക്വൽസ് Q divided by 4 pi R square. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത പാട്ട് നോക്കി, എന്താ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദി സ്ഫിയർ. എന്തുകൊണ്ടായിരിക്കും അവർ ലീവിംഗ് ദ സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ചാർജിൻ്റെ സൈൻ പോസിറ്റീവാണ്, സിഗ്മയുടെ സൈൻ പോസിറ്റീവാണ്. സോ ദ ഫ്ലക്സ് ഈസ് ഔട്ട്വേർഡ്. അതുകൊണ്ടാണ് ലീവിംഗ് ദ സർഫസ് എന്ന് പറഞ്ഞത്. ആ ഫ്ലക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗോസസ് ലോ അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഫ്ലക്സ് ഫൈ ഈക്വൽസ് Q divided by epsilon 0. epsilon 0യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, Q നിങ്ങൾക്ക് തൊട്ട് മുകളിൽ കിട്ടും. യൂസിങ് ദാറ്റ് യു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫ്ലക്സ്. നൗ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻറ്റൻസിറ്റി അറ്റ് വേരിയസ് പോയിന്റ്സ്. പല പോയിന്റ്സിലെയും ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ പാർട്ട് എന്താണെന്ന് നോക്കുക, അറ്റ് ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. അവിടെ പ്രശ്നമൊന്നുമില്ല, അത് സർഫസ് ഓഫ് ദ സ്ഫിയറിൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് വൺ നോക്കി, at an external point 0.8 meter from the surface of the sphere. 0.8 meter away from the surface of the sphere എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർഫസിൽ നിന്നാണ് 0.8 meter. നമ്മുടെ ഇക്വേഷനിൽ വരുന്ന R എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് ആ ഫിഗറിൽ നന്നായി ഒന്ന് നോക്കിയിട്ട് വേണം ഈ കേസിൽ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. തേർഡ് കേസ് നോക്കാം, അറ്റ് എ പോയിന്റ് 0.4 meter ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. അവിടെ അങ്ങനെ കൺഫ്യൂഷനൊന്നുമില്ല, ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. പക്ഷേ 0.4 മീറ്ററേ ഉള്ളൂ.
0.4 മീറ്റർ ആകുമ്പോൾ ഈ പോയിന്റ് എവിടെയായിരിക്കും വരിക? സർഫസിലാണോ, അതോ ഇൻസൈഡ് ദി സ്ഫിയർ ആണോ, അതോ ഔട്ട്സൈഡ് ദി സ്ഫിയർ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഈ മൂന്നാമത്തെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. അങ്ങനെ ഇതിൻ്റെ ആൻസർ എല്ലാം കംപ്ലീറ്റ് ആക്കി ഇത് അസൈൻമെൻ്റ് ആയിട്ട് വേണം സ്കൂളിലെ സാറിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആകുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ക്ലാസ്സിന് മുൻപ് ഈ ചാപ്റ്റർ മുഴുവൻ ഒന്ന് നന്നായി പഠിക്കുക. ഏതെങ്കിലും പാർട്ടിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്കൂളിലെ സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത കുറച്ച് ന്യൂമറിക്കൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.